കരിവിള കരിവിള കയ്യാലെന്നെ വിളിച്ചതെന്തിനു നീ ജമീല. ഹലോ ഗായ്സ്, കരിവിള കൈ ഞാനങ്ങ് കരിവിള കൈയാക്കി ഗായ്സ്, ആർക്കൊന്നും തോന്നരുത്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്നത്തെ വീഡിയോയ്ക്ക് പിന്നിൽ ഒരു കുട്ടി സ്റ്റോറി ഉണ്ട് ഗൈസ്. ഈയിടെയായിട്ട് എനിക്ക് നല്ല ക്ഷീണം, തലകറക്കമൊക്കെ ഉണ്ട്. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് ബ്ലഡ് കൗണ്ട് ഒക്കെ നോക്കാം. അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ ഹീമോഗ്ലോബിൻ്റെ അളവ് നല്ല കുറവായിരുന്നു. ഡോക്ടർ പിന്നെ ഫെറിറ്റിൻ ടെസ്റ്റും കൂടെ ചെയ്യാൻ പറഞ്ഞു. അത് ചെയ്തപ്പോൾ അതും നോർമൽ റേഞ്ചിനെക്കാട്ടി ഒരുപാട് കുറവായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു 4 weeks എങ്കിലും ഇഞ്ചക്ഷൻ എടുക്കണമെന്ന്. അപ്പോഴത്തേക്കാണ് ഞാൻ ഓർത്തത് കുറേ നാൾ മുന്നേ ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ എന്ന്. പിന്നെ അത് നോക്കിയില്ല, യൂട്യൂബ് ഓപ്പൺ ചെയ്ത് തനിമലയാളിയാണെന്ന് സെർച്ച് ചെയ്തപ്പോഴേ നമുക്ക് വീഡിയോ കിട്ടി. അപ്പോൾ ഞാൻ കരുതി വെറുതെ അയണിൻ്റെ ഇഞ്ചക്ഷൻ എടുക്കണ്ടല്ലോ, ഇത് നമ്മൾ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് അയൺ ലെവൽസ് ഓക്കെ ആവുകയാണെങ്കിൽ അതല്ലേ ബെറ്റർ എന്ന് വിചാരിച്ചു. അപ്പോഴേക്കും നമ്മുടെ വിനിച്ചേട്ടൻ പറഞ്ഞു എന്തുവാലും ചെയ്യുമല്ലേ വീഡിയോയും കൂടെ എടുക്കാമെന്ന്. അപ്പോൾ ആ ചേച്ചി അതിൽ എടുത്തിട്ടുണ്ടായിരുന്നത് നെല്ലിക്ക, ഡ്രൈ ആപ്രിക്കോട്ട്, ആൽമണ്ട്സ്, ജിഞ്ചർ, കറുത്ത ഉണക്കമുന്തിരി, തേൻ, കറുവപ്പട്ട ആൻഡ് ഡേറ്റ്സ് ആയിരുന്നു. ഞാൻ ഇതിൻ്റെ കൂടെ വാൾനട്ടും അതേപോലെ കറുത്ത എള്ളും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഇത് ചെയ്തു നോക്കാമെന്ന് തീരുമാനിക്കുന്നതിന് മുൻപായിട്ട് ഞാൻ എൻ്റെതായ രീതിയിൽ ഒരു ചെറിയ റിസർച്ചൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാത്തിനും അയൺ കണ്ടൻറ് ഉണ്ട്. അയൺ കണ്ടൻറ് നമ്മുടെ ബോഡിയിൽ ഇമ്പ്രൂവ് ചെയ്യാനും നല്ലതാണ്. എസ്പെഷ്യലി നെല്ലിക്ക, അതേപോലെ തന്നെ കറുത്ത ഉണക്കമുന്തിരി, ഡ്രൈ ആപ്രിക്കോട്ട്, ഇതിൽ അയൺ കണ്ടൻറ്റ് ഒരുപാടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതിനൊക്കെ വേറെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. ഇത് നമ്മുടെ ഹെൽത്തി ഡയറ്റിന് നല്ലതാണ്. നമ്മുടെ ഡെയിലി ഡയറ്റിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെതായ ഒരുപാട് നേട്ടങ്ങൾ നമുക്കും ഉണ്ടാവും. അതൊക്കെ എന്തൊക്കെയാണെന്ന് ഞാനൊന്ന് പറയാം. വാൾനട്ട്, ഇത് നമ്മുടെ ഓവറോൾ സ്കിൻ ഹെൽത്തിന് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഉറക്കത്തിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും പറ്റും. അതുപോലെ ആൽമണ്ട്സ് ഗുഡ് സോഴ്സ് ഓഫ് ഹെൽത്തി ഫാറ്റ്സ് ആണ്. പിന്നെ ഡ്രൈ ആപ്രിക്കോട്ട്, ഇത് പലർക്കും കഴിക്കുമ്പോൾ ഇഷ്ടമാവണമെന്നില്ല, പക്ഷേ ഇതിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അതിൽ മെയിനായിട്ട് നമ്മുടെ ഐ ഹെൽത്തിന് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ലേഡീസ് പ്രഗ്നൻസി ടൈമിൽ ഇത് കഴിക്കുവാണെങ്കിൽ ഫീറ്റൽ ഡെവലപ്മെൻറ്റിന് വളരെ നല്ലതാണ്. ബിക്കോസ് ഇതൊരു ഗുഡ് സോഴ്സ് ഓഫ് ഫോളേറ്റ് ആണ്. ഇനി കറുത്തുള്ള, ഇതിൽ പ്രോട്ടീൻ, അയൺ, മാഗ്നീഷ്യം, വൈറ്റമിൻ എ, വൈറ്റമിൻ ബി, വൈറ്റമിൻ ഇ ഇതെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ബോൺ ഹെൽത്തിനും ഇത് വളരെ നല്ലതാണ്. ഇനി നെല്ലിക്ക, ഇത് നമ്മുടെ സ്കിന്നിനും ഹെയറിനും ഒരുപാട് ബെനിഫിഷ്യലാണ്. അതുപോലെ തന്നെ എയ്ഡ്സ് ഇൻ ബ്ലഡ് ഷുഗർ മാനേജ്മെൻറ്റ്. ഇനി കറുത്തുണക്കമുന്തിരി, ഹൈ ഇൻ ഫൈബർ ആണ്. അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ പ്രിവെൻറ്റ് ചെയ്യും, നമ്മുടെ ഗഡ് ഹെൽത്തിന് സപ്പോർട്ട് ചെയ്യും. അതുപോലെ കറുവപ്പട്ട വെയ്റ്റ് മാനേജ്മെൻറ്റിന് നല്ലതാണ്. ജിഞ്ചർ ആണെങ്കിലോ നമ്മുടെ ഇമ്മ്യൂണിറ്റി ഇമ്പ്രൂവ് ചെയ്യും. ഡേറ്റ്സിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ആൻറ്റി ഓക്സിഡൻറ്റ് പവർ ഉള്ളതുകൊണ്ട് സെൽസിൻ്റെ ഡാമേജ് പ്രിവെൻറ്റ് ചെയ്ത് ക്രോണിക് ഡിസീസസ് ഉണ്ടാക്കുന്നതിനുള്ള റിസ്ക് കുറയ്ക്കുന്നുണ്ട്. ആഫ്റ്റർ 1 month ഇതിൻ്റെ റിസൾട്ട് ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ഗായ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ബൈ ഓൾ, അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം.